ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതിന്റെ പേരിലും അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എതിർത്ത് സംസാരിച്ചതിന്റെ പേരിലും പല വിധത്തിലുള്ള ഭീഷണികളും പല വിധത്തിലുള്ള മെസ്സേജുകളും ഞാൻ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് അഖിൽ മാരാറിന്റെ അടുത്താണ്. അഖിൽ മാരാറെ, നിനക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മതത്തെ കൂട്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മതം വേണ്ട. എനിക്കൊരു മതത്തെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യത്വമുള്ള കുറച്ച് മനുഷ്യർ മാത്രം, അവർ മാത്രം മതി. ഹലോ, ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ നിഷാൻ എന്ന പയ്യൻ അഖിൽ മാരാർക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടതാണ്. ഈ റിയാക്ഷൻ വീഡിയോ ഇടാനുള്ള കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അഖിൽ മാരാർ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന പകരം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തു. ഈ പയ്യനെ പിടിച്ചില്ല. ഈ പയ്യൻ അപ്പോൾ ഉടനെ തന്നെ റിയാക്ഷൻ വീഡിയോ അങ്ങോട്ടിട്ടു. മാത്രവുമല്ല, കുറെ സെന്റി അടിച്ച് ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞു. ഈ പയ്യന് അഖിൽ മാരാരെ ഡിഫെൻഡ് ചെയ്യണേന് മതത്തെ കൂട്ടിടിക്കേണ്ട ആവശ്യമില്ല, വേണ്ടെങ്കിൽ വേണ്ടടാ ഉവേ, അങ്ങനെ വിചാരിച്ചാ പോരെ. മാത്രവുമല്ല, ഈ പയ്യന് ചുറ്റും ഒരുപാട് മനുഷ്യസ്നേഹമുള്ള ആളുകൾ ഉണ്ടെന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. മനുഷ്യസ്നേഹം പൊടിക്ക് കൂടിപ്പോയോന്നാണ് എനിക്ക് സംശയം. എന്താണെന്നല്ലേ, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചെസ് നമ്പർ 1, ആദ്യത്തെ ആളുടെ അഭിനയം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. എന്നെ പറ്റുന്നില്ല, കാരണം എനിക്ക് ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ വണ്ടി ഏതോ രണ്ടാൾക്കാർ വന്നാണ്ട് ഇന്ന് ക്യാമറ കൊണ്ട് വന്നാണ്ട് അടിച്ചു പൊടിച്ചിട്ടുണ്ട്. എന്റെ ഫാമിലിയുള്ളത് ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയിരുന്നു. ഈ പയ്യൻ പുറത്തു പോയപ്പോൾ, ഫാമിലി ആയിട്ട് പുറത്തു പോയപ്പോൾ ഈ പയ്യൻ സഞ്ചരിച്ചിരുന്ന കാറ് 2 ബൈക്കിൽ വന്ന ആളുകൾ തടഞ്ഞു നിർത്തി. കാറിന്റെ ഹെഡ്ലൈറ്റ് തള്ളി പൊളിച്ച് അത് കഴിഞ്ഞിട്ട് മോങ്ങണ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഇവൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഡയലോഗ് ഇല്ലേ, ഒരുപാട് മനുഷ്യസ്നേഹമുള്ള ആളുകൾ ഓരോ ചുറ്റുമുണ്ടെന്ന്. ഇനിയാണ് ആ നന്മ മരത്തിന്റെ വരവാണ് ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചെസ് നമ്പർ 2. പിന്നെ നമുക്ക് ഇതിന് പറയാനുള്ളൊരു കേസ് എന്താണെന്ന് പിഎസിന്റെ അടിവല പിഎസിന്റെ പേരെന്നെ മാറി മറിക്കാൻ പോകട്ടോ. കാരണം നമ്മളാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ജനത മൊത്തം ഏറ്റെടുത്ത സംഭവം. തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം, ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ടി. അണ്ണനും തമ്പിയും നാടകം തകർത്താടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടെ നിന്നവൻ കുത്തുകാല് വെട്ടി എന്ന് പറഞ്ഞ പോലെ ഒരുത്തൻ ഒറ്റിക്കൊടുത്തു. റീച്ച് കിട്ടാൻ വേണ്ടി വെറുതെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്കിറ്റാണ് ഇതെന്ന് തെളിവ് സഹിതം ഓൻ പുറത്തു വിട്ട് കഴിഞ്ഞപ്പോ അണ്ണനും തേന് തമ്പിയും തേന്. കാരണം എന്താണെന്നറിയോ, ഇതിനൊക്കെയാണ് ചിലപ്പോൾ നന്നായി ബാറ്റ് ചെയ്തിരിക്കുമ്പോൾ റൺഔട്ട് അയക്കാൻ എങ്ങനെ ഇരിക്കും, അതേ അവസ്ഥയാണ് ഇവന്മാർക്ക് പിന്നെ ഉണ്ടായത്. പിന്നെ സോറിയായ മാപ്പ് മറിച്ചില്ലായ ലൈവായി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വെറുതെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റിയ ഒരു വിഷയമല്ല ഇവന്മാരെ ഉണ്ടാക്കിയത്. മാത്രവുമല്ല, കാറ് തടഞ്ഞു നിർത്തി ഹെഡ്ലൈറ്റ് തല്ലിപ്പൊളിച്ച ഒരു ഹിന്ദു ആണെന്ന് ഇവ പറയുന്നുണ്ടായിരുന്നു. റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് കോമാളിത്തരം കഴിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു നോർമലൈസ് ചെയ്ത് കളയാതെ കേസ് എടുത്ത് മാക്സിമം ശിക്ഷ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണം.